അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷഫീഖാണ് റിയാദിന്ന്. എന്തൊക്കെയുണ്ട് ചങ്കള വിശേഷങ്ങളൊക്കെ? സുഖല്ല റായത്തല്ലേ ചങ്കള? ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ടൈം 6:45 അപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കുകയാണ്. കാരണം ഭക്ഷണം ഞാൻ മേടിച്ച് കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഡ്യൂട്ടി ടൈം കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു പ്രവാസി ചില ആളുകളൊക്കെ വിചാരമുണ്ട്, ഓ നല്ല സുഖമാണ്, അതൊക്കെ ഇവിടെ വന്ന് അനുഭവിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ സുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ ഈ പാർക്കിലൊന്ന് സൈഡിൽ വന്ന് ഒലയിലാണ്, ഇവിടെ അടുത്തൊരു പാർക്കിങ്ങിന് ഗൂഗിളിൽ നോക്കി മാപ്പിൽ നോക്കി ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ കൂടെ ഭക്ഷണം കഴിക്കാതാക്കണം. ഒരുപാട് ആളുകൾ കണ്ടോ, ഞാനത് കണ്ടെങ്കിൽ അപ്പോൾ ഇല്ലതിൽ നിന്ന് കുറച്ച് അവരും കഴിക്കട്ടെ. ഇതിൽ കുട്ടികളുണ്ട്, തള്ളാരുണ്ട്. അപ്പോൾ കുട്ടികൾ അതിന് വരികയാണെങ്കിൽ തള്ളാരവിടെ മാറി നിൽക്കും. അത് കാണാനൊക്കെ വേറെ ലെവലാണ്. അപ്പോൾ എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇന്നൊരു ജോബ് വേക്കൻസി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതാണിപ്പോൾ നമ്മളെ പ്രവാസം. നേരത്തിന് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റിയെന്ന് വരില്ല, ഡ്യൂട്ടി ആയിരിക്കും. പാത്രത്തിൽ കയറാൻ നോക്കണം അവർ. ഒഴിഞ്ഞൊരു പാർക്കാണ് കണ്ടത്. ഇതാണ് നമ്മളെ കാർ കേട്ടോ. അപ്പോൾ ക്ലയൻറ്റിനെ ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അതിനുശേഷം അവർ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഹോട്ടലിൽ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ടൈമിലെ ഫുഡ് നമ്മൾ കഴിക്കുക. ഏത് ഫുഡ് ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ ഒരു പാണ്ടിക്കാലത്തെ സുഹൃത്തുണ്ട്, നല്ല ചെമ്മീൻ അച്ചാർ കൊണ്ടുവന്നു. അത് അധികം ഞാൻ വണ്ടിയിൽ തന്നെ എടുത്ത് വെക്കും. കാരണം ചമ്മന്തി ഉണ്ടെങ്കിൽ അത് വേറെ ലെവലാണ്. അപ്പോൾ അത് കാർക്ക് തന്നെ എടുത്ത് വെക്കലാണ്. അതിന് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഹോട്ടലിലേക്കും കൊണ്ടുപോകും കേട്ടോ. ഇതിപ്പോൾ പുറത്തിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ. ഇതാണ് നമ്മളെ കാർ കേട്ടോ. അപ്പോൾ ഞാൻ പറയലുണ്ട്, ഓട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളുണ്ടോ, എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാനോ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാനോ റിയാദിൽ. ഇന്ന് നമ്മളെ ഭക്ഷണത്തിൽ നിന്ന് ഒരു ഭാഗം അവരും കഴിച്ചു. ഞാൻ ചിക്കൻ കറിയും റൈസാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെ ചമ്മന്തി ഉണ്ടായിരുന്നു. വേറെ ഒരുപാട് സ്പെഷ്യലൊന്നും നമുക്ക് പറ്റില്ല. ഓക്കെ, ഒരു 1.5-2 വർഷമായിട്ടുണ്ടാവും. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു അപ്പൻഡിക്സിൻ്റെ. അതിന് ശേഷം ഫുഡൊക്കെ കൺട്രോൾ ചെയ്തും കൊണ്ടേ കഴിക്കലുള്ളൂ. കാരണം നേരത്തിന് കഴിക്കാൻ പറ്റണില്ല എന്നുള്ള വലിയൊരു ബുദ്ധിമുട്ടാണ്. വൈറ്റ് റൈസ്, അതിലേക്ക് ചിക്കൻ കറിയോ അല്ലെങ്കിൽ മീൻ കറിയോ അല്ലെങ്കിൽ ബീഫിൻ്റെ കറിയോ അല്ലെങ്കിൽ സാമ്പാറും മീൻ വറുത്തതോ, അതൊക്കെയാണ് നമ്മളെ ഉച്ചക്കല്ല ഫുഡ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ കുറച്ച് ആളുകൾ കഴിക്കാണ്ടായപ്പോൾ ഞാനൊരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ബുദ്ധിമുട്ടായിട്ടില്ല എന്ന് വിചാരിക്കണം. ഇന്ന് പിന്നെ ഒരു ജോബ് വേക്കൻസി ഉണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ആളുകളൊക്കെ പോയിട്ടോ കണ്ടെങ്കിൽ അവിടെ ഒരാൾ വന്ന് ലൈറ്റ് അടിച്ചപ്പോൾ അതിന് സൂം ചെയ്ത് തരാം കേട്ടോ. കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരാൾ ഇതിപ്പോൾ എന്തായി, അവിടെ ഒരാൾ വന്ന് മൊബൈലിൽ ലൈറ്റിങ്ങനെ അടിച്ചപ്പോൾ ആളുകളൊക്കെ അവിടെ പോയി. അപ്പോൾ അയാൾ സ്ഥിരമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ആളാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അയാൾ കാറിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. കാറിൽ തന്നെ പോകണമെന്ന് തോന്നുന്നു. ഫുഡ് എടുത്ത് കൊണ്ടുവരാനാണ് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. ആളെ കയ്യിലൊരു കീസുണ്ട് കണ്ടത്. നൈറ്റിലായിട്ട് വീഡിയോ എടുക്കണം, ശരിക്കും കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഏതായാലും ആ ഒരു മനസ്സ് വല്ലാത്തൊരു മനസ്സാണ്.
അല്ലേ? അയാളെ ഡെയിലി അവിടെ കാത്ത് നിൽക്കുമായിട്ടുള്ളൂ അല്ലേ? ഒന്നാലോചിച്ച് നോക്കി. കണ്ടോ പോണുണ്ടോ നമ്മളാളൊക്കെ പോണുണ്ടോ? കണ്ടോ? ഇയാളത് കണ്ടിട്ടില്ല ഒന്നും. ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ കുറച്ച് നേരം ഈ ഒരു പാർക്കിന് ചുറ്റും ഒന്ന് നടക്കാം. ഫുഡ് കഴിച്ച് അപ്പം തന്നെ പോയിട്ട് വണ്ടിയിൽ ഇങ്ങനെ കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. അപ്പം നമുക്ക് ഇയാൾ ഇതിനെ എടുത്ത് കൊണ്ടുപോകണമൊക്കെ ഉണ്ട്. കാണില്ല അല്ലേ? ലൈറ്റില്ല. എന്താണ് സ്പെഷ്യലി ഫുഡ് എന്നത്? ഏതായാലും വലിയൊരു ഹൈറാണ് ഇയാൾ ഈ ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും. كيف الحال عمي؟ كويس؟ انت كل يوم يجي هنا؟ كل يوم اعطيك اكل؟ ما شاء الله. شوف صغير كله صغير هذا قبل كم سنة هنا تسوي؟ لا بس اول انا في صغير اول هذا سيم صغير. ഓൻ ചെറിയ കുട്ടികളായപ്പോൾ ഇവിടെ ഫുഡ് കൊടുന്നു കൊടുക്കൽ തുടങ്ങിയാണ്. അപ്പോൾ അതിൻ്റെ كبير انا خلاص ما في اكل. كبير ما في اكل صغير بس. ഓക്കെ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവില്ല അയാൾ പറഞ്ഞത് ചെറിയ കുട്ടികളെ ആ തള്ളാരൊക്കെ ചെറിയ കുട്ടികളായപ്പോൾ ഇവിടെ ഭക്ഷണം കൊടുന്നു കൊടുക്കൽ തുടങ്ങിയാണ്. അപ്പോൾ കുലിയോമാത്തിക് ഫില്ലൽ ബസ് വാഹിദ് മറ വൺ ടൈം. അപ്പോൾ അയാൾ പറഞ്ഞെന്താ അറിയോ, രാത്രിയിൽ മാത്രമാണ് ഭക്ഷണം കൊടുക്കൽ, ഒറ്റ പ്രാവശ്യമായിട്ട്. അപ്പോൾ ആ പൂച്ചകൾ അയാളെയും കാത്തു നിൽക്കുക. ഞാൻ അത്രയും നേരം അവിടെ ഫുഡ് കൊടുത്ത് ചിക്കൻ പീസൊക്കെ കൊടുത്ത് ഇരുന്ന എൻ്റെ അവിടെ നിന്ന് ഇയാൾ ലൈറ്റ് അടിച്ചപ്പോൾ തന്നെ ആ പൂച്ചകൾ അവിടെ നിന്ന് പോയി ആളടുത്ത് ചെന്നു. അപ്പോൾ ഇതുപോലെയുള്ള മനുഷ്യന്മാർ ഒരുപാടുണ്ടാവുമല്ലോ അല്ലേ? നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു എന്താ പറയുക, എനിക്കുണ്ടായിരുന്നു കേട്ടോ ഒരു നേരത്തെ ഒരു 4-5 വർഷം മുമ്പേ. പക്ഷേ അത് എൻ്റെ മുന്നിൽ തന്നെ അത് വണ്ടി തട്ടി ആക്സിഡൻ്റ് ആയി 2-3 ചത്തു. അതിന് ശേഷം ഞാൻ പിന്നെ ഫുഡൊന്നും കൊടുക്കലില്ല. ഞാൻ അമീറന്മാരെ വീട്ടിൽ നിന്ന് പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് പോകുന്ന ടൈമിൽ അവിടുന്ന് വേസ്റ്റല്ല, നല്ല അടിപൊളി ചിക്കൻ കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ അടുത്ത് ഒരു നമ്മളെ ഗ്യാസ് കയറി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും. എന്താ നമ്മളടുത്തൊരു പാകിസ്ഥാനികളുണ്ടായിരുന്നു ബാർബർ ഷോപ്പിൽ. അവർക്ക് എന്നും ഫുഡ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ബാക്കി കുറച്ചൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പൂച്ചകൾക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യും കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഇന്നൊരു ജോബ് വേക്കൻസി ഉള്ളത് പറയാൻ ഏതാ വെച്ച് കഴിഞ്ഞാൽ പിന്നെ സൗദിയിലുള്ള ആൾക്കാണ് വേക്കൻസി ഉള്ളത്. ഒരു കോഫി ഷോപ്പിലേക്ക് തെനാസിൽ വേക്കൻസിയാണ് കേട്ടോ. ഏജിൻ്റെ ലിമിറ്റ് പറഞ്ഞത് ഒരു 30-35 വയസ്സിൻ്റെ ഉള്ളിലായാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഏജ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവർ പറഞ്ഞ സാലറി 1700-1800 സാലറി പറഞ്ഞു. അപ്പോൾ താല്പര്യമുള്ള പിന്നെ കോഫി ഷോപ്പിലേക്ക് എന്ന് പറയുമ്പോൾ പല ആളുകളെയും സംശയം ഉണ്ടാവും. എന്താ പറയുക, കോഫി മേക്കർ ആയിരിക്കും ഒന്നും വേണ്ട. പിന്നെ അതിൻ്റെ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് അറിഞ്ഞാൽ മതി. കോഫി മേക്കർ ആണെന്നൊന്നും ഒരു പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഓൾറെഡി സൗദിയിലുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുകയും പിന്നെ തെനാസിൽ വേക്കൻസിയാണ് കേട്ടോ. തെനാസിൽ എടുക്കൂല്. അപ്പോൾ ഈ കാമിയും കാര്യങ്ങളൊക്കെ വാലിഡ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യും. നമ്മൾ ജോബ് വേക്കൻസിൻ്റെ ഇടയിൽ ഇപ്പോൾ എന്താ ജോബ് വേക്കൻസി ഒന്നും ഇല്ലാത്ത ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അൽഹംദുലില്ലാഹ് 2 മാസം 2.5 മാസമായിട്ട് ഡ്യൂട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നു. അപ്പോൾ ഒരു കമ്പനി ഡ്യൂട്ടിയൊക്കെ അൽഹംദുലില്ലാഹ് റാഹത്തായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കോൺടാക്ട് നമ്പറേ മറക്കണ്ട 9895331557 9895331557 ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ. അവരെ കോൺടാക്ട് നമ്പർ ഞാൻ തരാം. പിന്നെ അതുപോലെ തന്നെ ഹൗസ് ഡ്രൈവറിൻ്റെ വേക്കൻസിയൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ. എങ്ങനെ പിന്നെ നാട്ടിലുള്ള ആൾക്ക് റിട്ടേൺ ആണെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കണം നമ്പറിൽ കേട്ടോ, റിട്ടേൺ ആണെങ്കിൽ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ജോലി ഇല്ലാതെ ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. ഇൻഷാ അല്ലാഹ് നമ്മൾ സെറ്റാക്കി തരണ്ടേ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു ജോബ് വേക്കൻസി വീഡിയോൻ്റെ കൂടെ അതുപോലെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യും. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.